റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് പീരുമേട്ടിൽ പര്യടനം ആരംഭിച്ചിരിക്കുകയാണ് CPI സ്ഥാനാർത്ഥി K സലീംകുമാർ. പീരുമേട്ടിൽ വിജയ തുടർച്ച ഉണ്ടാകുമെന്നും വികസന നേട്ടങ്ങൾ വോട്ടാകുമെന്നും സലീംകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. KK ശിവരാമനുമായി തർക്കങ്ങളില്ല. ശിവരാമന്റെ തിരിച്ചുവരവ് ജില്ലയിൽ ആകെ ഗുണം ചെയ്യുമെന്നും സലീംകുമാർ പ്രതികരിച്ചു. സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നിശ്ചയിച്ച് പ്രഖ്യാപിക്കും. അവിടെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷ മുന്നണി എന്ന നിലയിലും പാർട്ടി എന്ന നിലയിലും സംഘടനാ പ്രവർത്തനങ്ങൾ ബൂത്ത് തലം വരെയുള്ള കമ്മിറ്റികളെല്ലാം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. KK ശിവരാമനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം നിലവിൽ ഇല്ല. ശിവരാമ സഖാവ് സ്വയമേ ചില കാര്യങ്ങൾ പറഞ്ഞത് പാർട്ടിക്ക് യോജിക്കുന്നോ നിരക്കുന്നോ അല്ല എന്നുള്ള വിവരം പാർട്ടി അന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശിവരാമ സാഹിബിന്റെ പേരിൽ മറ്റ് നടപടികളോ മറ്റു കാര്യങ്ങളോ പാർട്ടി നിലവിൽ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. നിലവിൽ അദ്ദേഹം പാർട്ടിയുടെ ജില്ലയിലെ മുതിർന്ന നേതാവ് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. അതേസമയം പീരുമേട്ടിൽ UDF NDA ചർച്ചകൾ നീളുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇതുവരെ അന്തിമ തീരുമാനത്തിലെത്താൻ മുന്നണികൾക്കായിട്ടില്ല. രാഹുൽ സുരേഷ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, സലീംകുമാർ എന്നുള്ള പേരിലേക്ക് CPI തീരുമാനം ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. ഇനി ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, കരുത്തനാണ് സലീംകുമാർ എന്ന സ്ഥാനാർത്ഥി. അദ്ദേഹത്തിനൊരു എതിരാളിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. UDFലും NDAയിലും ഒക്കെ ചർച്ചകൾ ഒരൊറ്റ പേരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നീളുകയാണല്ലേ രാഹുൽ? ആര്യ, സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് LDF ഒരു പടി മുന്നിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇടുക്കിയിൽ ആകെ 5 മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ 4 മണ്ഡലങ്ങളിലും LDFന്റെ സ്ഥാനാർത്ഥികളിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. അത് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം മാത്രമാണ് ഇനിയുള്ളത്. ഇതിൽ ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിലാണ് CPI മത്സരിക്കുന്നത്. അത് പീരുമേട്ടിലാണ്. പീരുമേട്ടിൽ CPIയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള K സലീംകുമാർ മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ അദ്ദേഹം പര്യടനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പീരുമേട്ടിൽ വിജയ തുടർച്ച ഉണ്ടാകുമെന്നാണ് സലീംകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്നത്. LDF സർക്കാരിന്റെ 2 സർക്കാരുകളുടെയും വികസന നേട്ടങ്ങൾ പീരുമേട്ടിൽ വോട്ടായി മാറും. അതുകൂടാതെ ഏറ്റവും കൂടുതൽ തേയിലത്തോട്ടങ്ങൾ ഉള്ള ഒരു മേഖല കൂടിയാണ് പീരുമേട് മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ പീരുമേട് മണ്ഡലത്തിലെ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടൽ തുടരും. ഇതുവരെ കുറേയധികം ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് CPIയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ തുടർച്ച ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അനൌദ്യോഗികമായിട്ടുള്ള പര്യടനം ഇതിനോടകം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രശ്നം KK ശിവരാമനുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളായിരുന്നു. 3 മാസം മുമ്പാണ് KK ശിവരാമൻ CPIയോട് ഇടയുകയും സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം KK ശിവരാമനെ അനുനയിപ്പിക്കാൻ CPIക്ക് കഴിയുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ശിവരാമനുമായി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വരും ദിവസങ്ങളിൽ KK ശിവരാമനും CPIയുടെ പ്രചാരണ രംഗങ്ങളിൽ സജീവമാവും എന്ന ഉറപ്പാണ്. അതേസമയം NDAയുടെയും UDFന്റെയും സ്ഥാനാർത്ഥി ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോവുകയാണ്. UDFൽ 4 നേതാക്കളാണ് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് UDFനെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ NDAയിലും കുറേയധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കാനുള്ള താല്പര്യം പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ LDF ഒരു പടി മുന്നിലാണ്. പക്ഷേ UDFന്റെയും NDAയുടെയും ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CPIയിൽ വലിയ പ്രതീക്ഷയാണ്. കുറേയധികം വർഷങ്ങളായി CPI മത്സരിച്ചു വരുന്ന ഒരു മണ്ഡലം കൂടിയാണ്, ജയിച്ചു വരുന്ന മണ്ഡലം കൂടിയാണ് പീരുമേട്. അതെ, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.